ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ വിവരങ്ങൾ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. മലയാളികൾക്ക് ഇതൊരു പുതിയ കാര്യമാണ്. എന്നാൽ തെലുങ്ക് ബിഗ് ബോസിൽ ഇത് ഒരു വട്ടം പരീക്ഷിക്കപ്പെട്ടതാണ്. അതും സീസൺ 9-ൽ. മലയാളത്തിൽ കുറേ കാലമായി മുറവിളിയുയരുന്ന ഒരു കാര്യമാണ് OTT സീസൺ അല്ലെങ്കിൽ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്നിവ. എന്നാൽ ഇപ്പോൾ കിട്ടുന്നത് ഒരു പ്രീ ഷോ ഓപ്ഷനാണ്. അതായത് അഗ്നിപരീക്ഷയിൽ തെലുങ്ക് സീസണിൽ സംഭവിച്ച കാര്യങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയാണ്. കോമണർ മത്സരാർത്ഥികളിൽ നിന്നും 45ഓളം പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്നും 15 പേരെ തിരഞ്ഞെടുത്ത് ബിഗ് ബോസിന് മുൻപ് മറ്റൊരു ഷോ നടത്തുന്നു. ആ ഷോയിൽ ഹോസ്റ്റായി എത്തിയത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു. ജഡ്ജസ് അല്ലെങ്കിൽ ജൂറിയായി മുൻകാല സീസണുകളിലെ വിന്നേഴ്സ് ഉൾപ്പെടെ ചില താരങ്ങളുടെ ഒരു ടീം. ഈ പ്രീ ഷോയിൽ സെലക്റ്റഡായ കോമണേഴ്സിന്റെ പലതരത്തിലുള്ള കഴിവുകൾ പല മത്സരങ്ങളിലൂടെ വിലയിരുത്തപ്പെടും. ഒരുപക്ഷെ വോട്ടിംഗ് പോലും ഉണ്ടായേക്കാം. ഇതിൽ വിജയിക്കുന്ന കുറച്ചുപേരെ ബിഗ് ബോസിന്റെ സീസണിൽ ഉൾപ്പെടുത്തും. അവർ മറ്റ് സെലിബ്രിറ്റി മത്സരാർത്ഥികൾക്കൊപ്പം ബിഗ് ബോസ് സീസണിൽ പങ്കെടുക്കും. അഗ്നിപരീക്ഷ ഷോയിൽ നൽകുന്ന ഗെയിമുകൾ മത്സരാർത്ഥികളുടെ ക്ഷമത അളക്കാനുള്ള മാർഗങ്ങളായിരിക്കും. പലതരത്തിലുള്ള ഗെയിമുകൾ ഈ സെഷനിൽ ഉണ്ടാകാം. ഗെയിമുകളിലെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രധാനമായും സെലക്ഷൻ. തെലുങ്കിൽ അഗ്നിപരീക്ഷ OTT റിലീസായി ജിയോ ഹോട്ട്സ്റ്റാറിൽ എത്തിയിരുന്നു. എത്ര ദിവസത്തെ അഗ്നിപരീക്ഷ ഷോ വേണം, എത്ര പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, എത്ര പേരെ സെലക്ട് ചെയ്യണം എന്നതെല്ലാം മേക്കേഴ്സിന്റെ തീരുമാനത്തിനനുസരിച്ച് മാറ്റം വരും. നിലവിൽ തെലുങ്ക് ബിഗ് ബോസ് സീസൺ 9-ന്റെ ഭാഗമായി നടന്ന അഗ്നിപരീക്ഷയുടെ എപ്പിസോഡുകൾ ജിയോ ഹോട്ട്സ്റ്റാർ OTT-യിൽ ലഭ്യമാണ്. എന്നാൽ ഇതെല്ലാം മലയാളത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന കാര്യം അറിയാൻ കാത്തിരിക്കുകയാണ് പല പ്രേക്ഷകരും. മലയാളത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും കുറേയേറെ പുതുമകളുമായിട്ടായിരിക്കും ഈ ഷോ എത്തുക. അതേസമയം സെലിബ്രിറ്റി കണ്ടസ്റ്റന്റായി ആരെല്ലാം എത്തണമെന്ന ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എന്ന് കമന്റ് ചെയ്യൂ. ആരെയൊക്കെയാണ് കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നറിയാം.